ഹൗ ആർ യു? ഇപ്പോൾ ഏപ്രിൽ മാസമാണ്, വെക്കേഷനാണ്, എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുന്നുണ്ടാവും വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. ഓക്കെ, ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ്. നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവും. നീ എന്താ വിളിക്കാത്തേ? നീ എന്താ അവിടെ പോവാത്തേ? നീ എന്താ എൻ്റെ കൂടെ വരാത്തേ? അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ നമ്മൾ. എന്താ ചെയ്യാത്തേ? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു. എന്താണ്? വൈ എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വൈ വരും. വൈ എന്തുകൊണ്ടാണ്? എന്താ വിളിക്കാത്തത്? വൈ ഡോണ്ട് യു എന്ന് വെച്ചാൽ നോർമലി ഉള്ളൊരു ഹാബിച്വൽ ആയിട്ടുള്ള കാര്യമാണ് എന്താ വിളിക്കാത്തത്. അപ്പം വൈ ഡോണ്ട്. ആരാ? നീ. സോ യു. വൈ ഡോണ്ട് യു കോൾ? വിളിക്കുക, കോൾ. അപ്പം വൈ ഡോണ്ട് യു കോൾ? നീ എന്താ വിളിക്കാത്തത്? അതുപോലെ നീ എന്താ ഫുഡ് കഴിക്കാത്തത്? സെയിം. വൈ ഡോണ്ട് യു ഹാവ് ഫുഡ്? അപ്പോൾ ഇതെന്തായിരിക്കും വരിക? അവൻ എന്താ സ്കൂളിൽ പോവാത്തേ? അവനാകുമ്പം ഹി ആണല്ലേ. അപ്പം അവിടെ ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. വൈ ഡസൻറ്റ് ഹി ഗോ ടു സ്കൂൾ? എന്താ ഡസ് വന്നേ? നമ്മൾ പറഞ്ഞു ഹാബിച്വൽ ആക്ഷൻ പറയുമ്പം ഐ യു ദേ വി ഡു ആണ്. ഹി ഷീ ഇറ്റ് ടോം ഏതാണ്? ഡസ് ആണ്. അപ്പോൾ ഇവിടെ ഹി ആയതുകൊണ്ട് ഹി. വൈ ഡസൻ ഹി ഗോ ടു സ്കൂൾ? അവൻ എന്താണ് സ്കൂളിൽ പോകാത്തേ എന്നാണ് വരുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് നോക്കിയാലോ. നീ എന്താ ചിരിക്കാത്തേ? ചിരിക്കുക എന്നുള്ള ഇംഗ്ലീഷ് നമുക്കറിയാം അല്ലേ, സ്മൈലാണ്. അപ്പം വൈ ഡോണ്ട് യു സ്മൈൽ? അപ്പം ഇവിടെ അവളാണെങ്കിലോ, ഷീ ആയിരുന്നെങ്കിലോ വൈ ഡസൻറ്റ് ഷീ ആവും. അപ്പോൾ വൈ ഡസൻറ്റ് ഷീ സ്മൈൽ? ഓക്കെ, അവൾ എന്താ സംസാരിക്കാത്തേ? വൈ ഡസൻറ്റ് ഷീ ആയതുകൊണ്ട് അവിടെ ഡസ് ആണ്. ഓക്കെ, വൈ ഡസൻറ്റ് ഷീ സ്പീക്ക്? അതുപോലെ അവൻ എന്താ ലഞ്ച് കൊണ്ടുവരാത്തേ എന്ന് വെച്ചാൽ ഡെയിലി അവൻ ലഞ്ച് കൊണ്ടുവരാറില്ല. അപ്പോൾ ചോദിക്കുകയാണ് അവൻ എന്താ ലഞ്ച് കൊണ്ടുവരാത്തേ? വൈ അവിടെ ഡസ് ആണ്, ഹി ആയതുകൊണ്ട്. വൈ ഡസൻ ഹി ബ്രിങ് ലഞ്ച്? ഇനി അവൾ എന്താ ഇംഗ്ലീഷ് പഠിപ്പിക്കാത്തേ? അതെങ്ങനെ ചോദിക്കുന്നുള്ളത് താഴെ കോമെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചായിരുന്നു എന്താ. ഇപ്പോൾ നമ്മളിവിടെ ചിരിക്കാത്തതെന്നല്ല ചോദിച്ചേ, എന്താ ചിരിക്കാഞ്ഞേ? അതുകൊണ്ട് അത് കഴിഞ്ഞൊരു കാര്യമാണ്. അതവിടെ ഈ ഡോണ്ടിന് വരെ എന്ത് വരും? ഡിഡിൻ്റ് ആവും. വൈ ഡിഡൻ യു സ്മൈൽ? അതുപോലെ വൈ ഡിഡൻ ഹി ബ്രിങ് ലഞ്ച്? വൈ ഡിഡൻ ഷീ സ്പീക്ക്? അങ്ങനെയൊക്കെയാണ് വരിക. അപ്പം ഇതെന്താ ചെയ്യാത്തേ, മറ്റേത് എന്താ ചെയ്യാഞ്ഞേ? ഓക്കെ, രണ്ടും മാറിപ്പോയത്. വൈ ഡോണ്ട് ആൻഡ് വൈ ഡിഡൻ. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, our contact details are in the description below. Feel free to contact us.